നമസ്കാരം, ഇത് IBN മലയാളം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങാൻ ഇനി 82 ദിവസങ്ങൾ മാത്രം. ചിങ്ങമാസ പൂജയ്ക്ക് നട തുറന്ന അന്നു മുതൽ സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ വൻ തിരക്കാണ്. മണിക്കൂറുകൾ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തുന്നത്. മാസപൂജയ്ക്ക് പ്രത്യേക ക്രമീകരണങ്ങൾ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് തീർത്ഥാടകർ ശരിക്കും അനുഭവിച്ചു. അടുത്ത മണ്ഡലകാലത്തും ദർശനത്തിന് വലിയ തിരക്കുണ്ടാകുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. കഴിഞ്ഞ വർഷത്തെ പോരായ്മകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഭക്തരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും സംവിധാനമുണ്ടോ എന്നാണ് തീർത്ഥാടകർക്ക് അറിയേണ്ടത്. കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ പോരായ്മകൾ കണ്ടെത്തി പരിഹാരമുണ്ടാക്കുമെന്നാണ് ദേവസ്വം ബോർഡും മന്ത്രിയും പറയുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിലയ്ക്കലിൽ മാത്രമാണ് പണികൾ നടക്കുന്നത്. സന്നിധാനം, പമ്പ എന്നിവിടങ്ങളിൽ തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള പണികളൊന്നും തുടങ്ങിയിട്ടില്ല. സന്നിധാനത്ത് ഭസ്മക്കുളം, വലിയ നടപ്പന്തലിലെ ഗണപതി വിഗ്രഹം മാറ്റി സ്ഥാപിക്കാനുള്ള ശിലാസ്ഥാപനം എന്നിവ നടന്നതല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും കൂടിയിട്ടില്ല. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി നവംബർ 15-നാണ് ക്ഷേത്രനട തുറക്കുക. ശബരിമലയുടെ അടിസ്ഥാന താവളമാണ് നിലയ്ക്കൽ. അവിടെ ദേവസ്വം ബോർഡിന്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന പിൽഗ്രിം സെന്ററിന്റെ പണി മാത്രമാണ് നടക്കുന്നത്. കിഫ്ബിയിൽ 40 കോടി രൂപ ചെലവിൽ 7 പിൽഗ്രിം സെന്ററുകളുടെ പണി തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതുവരെ ഒന്നും തീർന്നിട്ടില്ല. നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല. പല ഭാഗത്തായി 7 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ 4 പണികളാണ് കാര്യമായി നടക്കുന്നത്. ബാക്കിയുള്ളവ പാതി വഴിയിൽ ഇഴയുന്നു. പിൽഗ്രിം സെന്ററുകളെല്ലാം 3 നില കെട്ടിടങ്ങളാണ്. ഒരു നിലയിൽ 150 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള കെട്ടിടമാണ് പണിയുന്നത്. ഓരോ നിലയിലും 10 ശുചിമുറികൾ വീതം ഉണ്ടാകും. കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം നിലയ്ക്കൽ ആവശ്യത്തിനുള്ള പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതാണ്. വാഹനങ്ങൾ പിന്നിലേക്ക് നീക്കിയിടുന്നതിന് പാർക്കിംഗ് ഗ്രൗണ്ടിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ കുറവുണ്ടായിരുന്നു. ഇതും പ്രശ്നമായി. ഇത് കാരണം തീർത്ഥാടകരുമായി വന്ന വാഹനങ്ങൾ ഇലവുങ്കൽ, നാറാണംതോട്, എരുമേലി, ലാഹ, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ തടഞ്ഞിട്ടു. നിലയ്ക്കൽ പാർക്കിംഗ് സൗകര്യം കൂട്ടുമെന്ന് മകരവിളക്ക് കാലത്ത് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രഖ്യാപിച്ചതാണ്. ഗോശാലയ്ക്ക് സമീപത്തെ റബ്ബർ വെട്ടി നിരപ്പാക്കി പാർക്കിംഗ് ഒരുക്കാൻ പദ്ധതിയിട്ടു. ഇതിനായി 130 റബ്ബർ മരങ്ങളും വെട്ടി. മറ്റു പണികൾ ഒന്നുമായിട്ടില്ല. നിരപ്പാക്കി ഉറപ്പിച്ച ശേഷം പൂട്ടുകട്ടയിട്ട് നവീകരിക്കാനും പദ്ധതിയുണ്ട്. തീർത്ഥാടന കാലത്ത് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന നിലയ്ക്കൽ റോഡ് കുണ്ടും കുഴിയുമായി താറുമാറാണ്. ശുദ്ധജല പൈപ്പ് സ്ഥാപിക്കാൻ പല ഭാഗവും വെട്ടിപ്പൊളിച്ചു. പൈപ്പ് സ്ഥാപിച്ചെങ്കിലും കുഴി ശരിയായി മൂടിയില്ല. അങ്ങനെ പലയിടവും തകർന്നു. ഓടയില്ലാത്തതിനാൽ റോഡിലൂടെ വെള്ളമൊഴുകിയും തകർന്നു. നിലയ്ക്കൽ ഗോപുരം മുതൽ പാർക്കിംഗ് ഗ്രൗണ്ട് വരെയുള്ള ഭാഗമാണ് താറുമാറായത്. ദേവസ്വം ബോർഡാണ് റോഡ് നന്നാക്കേണ്ടത്. അതിനുള്ള നടപടിയും തുടങ്ങിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് IBN മലയാളം.